നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയൊരു സന്തോഷം പങ്കുവച്ചതിന് തൊട്ടുപിന്നാലെ നിങ്ങളെ തേടി ഒരു വലിയ ആപത്ത് വരുന്നത്, അല്ലെങ്കിൽ ഏറെ കൊതിച്ചു വാങ്ങിയ ഒരു വസ്തു പെട്ടെന്ന് കേടായി പോകുന്നത്. ഇതൊരു യാദൃച്ഛികതയാണെന്ന് കരുതി തള്ളിക്കളയരുത്. പുരാതന ഗ്രന്ഥങ്ങൾ ഇതിനെ ദൃഷ്ടിദോഷം എന്ന് വിളിക്കുന്നു. ചാണക്യൻ തന്റെ ശിഷ്യന്മാരോട് രഹസ്യമായി പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ശത്രുവിന്റെ വാളിനേക്കാൾ മൂർച്ചയുണ്ട് അസൂയക്കാരന്റെ നോട്ടത്തിന്. ഒരിക്കൽ സർവസമ്പന്നനായ ഒരു വ്യാപാരി തന്റെ പുതിയ കൊട്ടാരത്തിന്റെ പണി പൂർത്തിയാക്കി. നാട്ടുകാരെ മുഴുവൻ വിളിച്ച് അയാൾ അത് പ്രദർശിപ്പിച്ചു. എല്ലാവരും അയാളെ പുകഴ്ത്തി. പക്ഷേ ആ കൂട്ടത്തിൽ ഒരാൾ മാത്രം ഒന്നും മിണ്ടാതെ ആ കൊട്ടാരത്തിന്റെ ഭംഗി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത ദിവസം ആ കൊട്ടാരത്തിന്റെ പ്രധാന തൂണിൽ ഒരു വലിയ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടു. യാതൊരു കാരണവുമില്ലാതെ. എന്താണ് അവിടെ സംഭവിച്ചത്? ആ നോട്ടത്തിൽ എന്ത് മന്ത്രവാദിതമാണ് ഒളിഞ്ഞിരിക്കുന്നത്? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കണ്ണേറിനെ കുറിച്ചാണ്. പക്ഷെ ഇതൊരു അന്ധവിശ്വാസപരമായ ചർച്ചയല്ല. മറ്റൊരാളുടെ ചിന്തകൾക്ക് എങ്ങനെ നിങ്ങളുടെ വിജയത്തെ തകർക്കാൻ കഴിയുമെന്ന എനർജി സയൻസിനെ കുറിച്ചാണ്. ചാണക്യൻ നിർദ്ദേശിച്ച പ്രതിരോധ തന്ത്രങ്ങളും നിങ്ങളുടെ പ്രഭാവലയം ഔറ തകരാതെ സംരക്ഷിക്കാനുള്ള മാനിഫെസ്റ്റേഷൻ രഹസ്യങ്ങളും നമ്മൾ വെളിപ്പെടുത്തുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ സമൃദ്ധി നഷ്ടപ്പെടാതിരിക്കാൻ ഈ അറിവ് നിർണായകമാണ്. ഈ വീഡിയോ പൂർണ്ണമായും കാണുക, കാരണം ഇതിലെ ഓരോ വാക്കും നിങ്ങളുടെ ജീവിതത്തിന് ചുറ്റും ഒരു സംരക്ഷണ കവചം തീർക്കും. ഇത്തരം രഹസ്യങ്ങൾ ഇനിയും നഷ്ടപ്പെടാതിരിക്കാൻ ചാണക്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. ഓർക്കുക, അറിവില്ലാത്തവനാണ് എപ്പോഴും വേട്ടയാടപ്പെടുന്നത്. നമുക്ക് നോക്കാം, എന്താണ് ഈ കരിങ്കണ്ണ്? ചാണക്യൻ ഇതിനെ എങ്ങനെയാണ് അതിജീവിച്ചിരുന്നത്? കണ്ണേർ എന്ന ഊർജശാസ്ത്രം, ദ സയൻസ് ഓഫ് നെഗറ്റീവ് വൈബ്രേഷൻ. എന്താണ് യഥാർത്ഥത്തിൽ ഈ കണ്ണേർ? ശാസ്ത്രീയമായി പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഊർജമാണ്, എനർജി. നമ്മുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും ഓരോ നിശ്ചിത ഫ്രീക്വൻസിയുണ്ട്. നിങ്ങളൊരു മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പോസിറ്റീവ് എനർജി ഒരു പ്രത്യേക തരംഗമായി മാറുന്നു. അതുപോലെ തന്നെയാണ് നെഗറ്റീവ് വികാരങ്ങളും. ചാണക്യൻ പറഞ്ഞു, മനുഷ്യന്റെ മനസ്സിലെ അസൂയ ഒരു വിഷത്തിന് തുല്യമാണ്. ഒരാൾ നിങ്ങളെ നോക്കുമ്പോൾ അയാളുടെ മനസ്സിൽ അതിശക്തമായ അസൂയയോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അയാളുടെ കണ്ണുകളിലൂടെ പുറത്തു വരുന്നത് ഈ നെഗറ്റീവ് എനർജിയാണ്. ഇതിനെയാണ് ആധുനിക മാനിഫെസ്റ്റേഷൻ സയൻസിൽ നെഗറ്റീവ് വൈബ്രേഷൻ ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത്. 1. കണ്ണുകളിലെ കാന്തിക ശക്തി, ഓക്യുലർ എനർജി. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഊർജ്ജവിനിമയ കേന്ദ്രങ്ങളിൽ ഒന്നാണ് കണ്ണുകൾ. ചാണക്യൻ യുദ്ധതന്ത്രങ്ങളിൽ പോലും എതിരാളിയുടെ നോട്ടത്തെ ശ്രദ്ധിക്കാൻ പറയുമായിരുന്നു. നിങ്ങൾ ഒരു വിജയം നേടുമ്പോൾ ചുറ്റുമുള്ളവർ ആവേശത്തോടെ നിങ്ങളെ നോക്കുന്നുണ്ടാകാം. എന്നാൽ ആ നോട്ടങ്ങളിൽ അസൂയ കലർന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിജയത്തിന്റെ പോസിറ്റീവ് വൈബ്രേഷനെ തകർക്കുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസ് ആയി പ്രവർത്തിക്കുന്നു. 2. പ്രഭാവലയത്തിലെ വിള്ളലുകൾ, ക്രാക്സ് ഇൻ ദി ഓറ. ഓരോ മനുഷ്യനും ചുറ്റും ഒരു പ്രഭാവലയം അഥവാ ഓറ ഉണ്ട്. നിങ്ങൾ സന്തോഷവാനായിരിക്കുമ്പോൾ ഈ ഓറ ശക്തമായിരിക്കും. എന്നാൽ മറ്റൊരാളുടെ അസൂയ കലർന്ന നോട്ടം ഈ പ്രഭാവലയത്തിൽ ചെറിയ വിള്ളലുകൾ വീഴ്ത്തുന്നു. ചാണക്യൻ ഇതിനെയാണ് ദൃഷ്ടിദോഷം എന്ന് വിളിച്ചത്. മാനിഫെസ്റ്റേഷൻ വഴി നിങ്ങൾ കെട്ടിപ്പടുത്ത പോസിറ്റീവ് എനർജി ഈ വിള്ളലുകളിലൂടെ ചോർന്നു പോകാൻ തുടങ്ങും. പെട്ടെന്നുണ്ടാകുന്ന തളർച്ച, അനാവശ്യമായ തടസ്സങ്ങൾ എന്നിവ ഇതിന്റെ ലക്ഷണങ്ങളാണ്. 3. ഉപബോധ മനസ്സിലെ സ്വാധീനം. നിങ്ങൾ കണ്ണേറിനെ കുറിച്ച് ഭയപ്പെടുമ്പോൾ നിങ്ങൾ ആ നെഗറ്റീവ് എനർജിക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് വരാൻ അനുവാദം നൽകുകയാണ് ചെയ്യുന്നത്. ചാണക്യനീതി പ്രകാരം ഭയമില്ലാത്തവനെ ബാധിക്കാൻ ഒരു ദോഷത്തിനും കഴിയില്ല. അതുകൊണ്ട് കണ്ണേർ എന്നത് നിങ്ങളുടെ പുറത്ത് സംഭവിക്കുന്ന ഒന്നല്ല, മറിച്ച് നിങ്ങളുടെ പോസിറ്റീവ് ഊർജത്തെ മറ്റൊരാളുടെ നെഗറ്റീവ് ചിന്തകൾ ആക്രമിക്കുന്ന അവസ്ഥയാണ്. സുഹൃത്തുക്കളെ, ഒരു കമ്പ്യൂട്ടറിൽ വൈറസ് കയറുന്നത് പോലെയാണ് കണ്ണേർ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. ഈ വൈറസിനെ എങ്ങനെ തടയാമെന്ന് ചാണക്യതന്ത്രങ്ങളിലൂടെ നമുക്ക് അടുത്ത ഭാഗത്തിൽ നോക്കാം. അമിതമായ പ്രദർശനം ആപത്ത്, ദി ഡേഞ്ചർ ഓഫ് ഷോ ഓഫ്. ആചാര്യ ചാണക്യൻ പറഞ്ഞു, സ്റ്റാർ, നിന്റെ സമ്പത്തും സന്തോഷവും രഹസ്യമായി വെക്കുക. കാരണം ദരിദ്രന്റെ കണ്ണിൽ നിന്റെ സമ്പത്ത് ഒരു കുറ്റവും അസൂയക്കാരന്റെ കണ്ണിൽ അതൊരു ശാപവുമാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയ സന്തോഷവും, വാങ്ങുന്ന പുതിയ വസ്ത്രങ്ങളും കഴിക്കുന്ന ഭക്ഷണവും വരെ നമ്മൾ ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്നു. മാനിഫെസ്റ്റേഷൻ ശാസ്ത്രപ്രകാരം ഇത് നിങ്ങളുടെ ഊർജത്തെ പരസ്യമായി ലേലം വിളിക്കുന്നതിന് തുല്യമാണ്. 1. ഡിജിറ്റൽ കണ്ണേർ, ഡിജിറ്റൽ ഈവിലായി. നിങ്ങൾ ഒരു പുതിയ നേട്ടം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് കാണുന്ന എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നില്ല. ആയിരക്കണക്കിന് ആളുകൾ ആ ചിത്രം കാണുമ്പോൾ അതിലൊരു 10 പേരുടെയെങ്കിലും മനസ്സിൽ എനിക്കിത് കിട്ടിയില്ലല്ലോ എന്ന നിരാശ തോന്നിയാൽ ആ 10 പേരുടെ നെഗറ്റീവ് എനർജി ഒരേ സമയം നിങ്ങളിലേക്ക് പ്രവഹിക്കുന്നു. ഇതിനെയാണ് ഡിജിറ്റൽ കണ്ണേർ എന്ന് വിളിക്കുന്നത്. ചാണക്യൻ പറഞ്ഞതുപോലെ
ശത്രുക്കളെ നേരിട്ടറിയാം, എന്നാൽ അസൂയക്കാരെ തിരിച്ചറിയാൻ കഴിയില്ല. 2. വളർച്ചയെ തടയുന്ന പ്രദർശനങ്ങൾ. ഒരു ചെടി വളർന്നു വരുമ്പോൾ അതിന് സംരക്ഷണം ആവശ്യമാണ്. അതുപോലെയാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങളും. മാനിഫെസ്റ്റേഷൻ പൂർത്തിയാകുന്നതിന് മുൻപ്, അതായത് നിങ്ങളുടെ ആഗ്രഹം പൂർണ്ണമായും യാഥാർത്ഥ്യമാകുന്നതിന് മുൻപ് അത് പ്രദർശിപ്പിക്കുന്നത് ആ ലക്ഷ്യത്തിന് ചുറ്റുമുള്ള പോസിറ്റീവ് എനർജിയെ ദുർബലപ്പെടുത്തും. ചാണക്യനീതി പ്രകാരം അപക്വമായ കായുകൾ പറിച്ചാൽ അത് നശിച്ചു പോകും. നിങ്ങളുടെ വിജയങ്ങൾ പൂർണ്ണമാകുന്നതുവരെ മൗനം പാലിക്കുക. 3. അസൂയക്കാരെ ഉണർത്താതിരിക്കുക. നിങ്ങളുടെ സന്തോഷം മറ്റൊരാളുടെ ദുഃഖത്തിന് കാരണമാകുന്നുണ്ടെങ്കിൽ അവിടെ കണ്ണേറുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ആഡംബരങ്ങൾ പ്രദർശിപ്പിക്കുന്നത് വഴി നിങ്ങൾ അസൂയക്കാരെ ബോധപൂർവം ഉണർത്തുകയാണ് ചെയ്യുന്നത്. ലളിതമായ ജീവിതം നയിക്കുകയും എന്നാൽ വലിയ ലക്ഷ്യങ്ങൾ രഹസ്യമായി നേടുകയും ചെയ്യുന്നതാണ് ബുദ്ധിയുള്ളവന്റെ ലക്ഷണം. സുഹൃത്തുക്കളെ, സന്തോഷം പങ്കുവെക്കുന്നത് നല്ലതാണ്, പക്ഷേ അത് ആരോടാണ് പങ്കുവെക്കുന്നത് എന്നത് അതിനേക്കാൾ പ്രധാനമാണ്. എല്ലാവരും നിങ്ങളുടെ വളർച്ചയിൽ സന്തോഷിക്കുന്നവരല്ല എന്ന കയ്പുള്ള സത്യം ചാണക്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കണ്ണേറിനെ പ്രതിരോധിക്കാനുള്ള ചാണക്യതന്ത്രങ്ങൾ. കണ്ണേറിനെ ഭയപ്പെടുകയല്ല, മറിച്ച് ബുദ്ധിപരമായി അതിജീവിക്കുകയാണ് വേണ്ടത്. ചാണക്യൻ പറഞ്ഞു, ശത്രുവിനെ നശിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിന്നെ തൊടാൻ ശത്രുവിന് കഴിയാത്ത വിധം നിന്റെ പ്രതിരോധം ശക്തമാക്കുക. നിങ്ങളുടെ ഊർജത്തെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. 1. പ്രഭാവലയം സംരക്ഷിക്കുക. ബിൽഡിംഗ് ദ ഷീൽഡ്. മാനിഫെസ്റ്റേഷൻ നിയമപ്രകാരം ഓരോ ദിവസവും രാവിലെ 2 മിനിറ്റ് കണ്ണടച്ചിരിക്കുക. നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും വെളുത്തതോ സ്വർണ്ണ നിറത്തിലുള്ളതോ ആയ ഒരു പ്രകാശ കവചമുണ്ടെന്ന് സങ്കല്പിക്കുക. വിഷ്വലൈസേഷൻ. ഈ കവചം പുറത്തുനിന്നുള്ള എല്ലാ നെഗറ്റീവ് എനർജിയെയും തടഞ്ഞു നിർത്തുന്നു എന്ന് ദൃഢമായി വിശ്വസിക്കുക. ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയെ ബാധിക്കാൻ ഒരു കണ്ണേറിനും കഴിയില്ല. 2. ഉപ്പും ജലവും കൊണ്ടുള്ള ശുദ്ധീകരണം. എനർജി ക്ലെൻസിംഗ്. പുരാതന കാലം മുതൽക്കേ ഉപ്പ് നെഗറ്റീവ് എനർജി വലിച്ചെടുക്കാൻ ഉപയോഗിക്കുന്നു. ചാണക്യൻ തന്റെ ഗ്രന്ഥങ്ങളിൽ ശുദ്ധീകരണത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. ആഴ്ചയിലൊരിക്കൽ കല്ലുപ്പിട്ട വെള്ളത്തിൽ കുളിക്കുന്നത് നിങ്ങളുടെ ഓറയിലെ അഴുക്കുകൾ നീക്കം ചെയ്യാൻ സഹായിക്കും. അതുപോലെ വീടിന്റെ മൂലകളിൽ ഉപ്പ് വയ്ക്കുന്നതും നെഗറ്റീവ് വൈബ്രേഷനുകൾ കുറയ്ക്കും. 3. മൗനം എന്ന മഹാമന്ത്രം. വിജയങ്ങൾ സംഭവിക്കുന്നതുവരെ അതിനെക്കുറിച്ച് നിശബ്ദത പാലിക്കുക. ചാണക്യതന്ത്രപ്രകാരം നിന്റെ ലക്ഷ്യം ശത്രു അറിയുന്നത് നിന്റെ പരാജയത്തിന്റെ തുടക്കമാണ്. നിങ്ങളുടെ പുതിയ പ്ലാനുകൾ, വീട് പണി, വലിയ ബിസിനസ് ഡീലുകൾ എന്നിവ രഹസ്യമാക്കി വെക്കുന്നതാണ് ഏറ്റവും വലിയ സംരക്ഷണം. ആരും കാണാത്ത വിത്തിന് മാത്രമേ സുരക്ഷിതമായി മുളയ്ക്കാൻ കഴിയൂ. 4. പോസിറ്റീവ് സംസാരങ്ങൾ. പോസിറ്റീവ് അഫർമേഷൻസ്. ഞാൻ സുരക്ഷിതനാണ്, പ്രപഞ്ചം എന്നെ സംരക്ഷിക്കുന്നു എന്ന് ദിവസവും പറയുക. മറ്റുള്ളവരുടെ അസൂയ നിങ്ങളെ ബാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രമേ അത് നിങ്ങളെ ബാധിക്കൂ. നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. സുഹൃത്തുക്കളെ, പ്രതിരോധം എന്നത് ഒരു മരുന്നല്ല, അതൊരു ജീവിത രീതിയാണ്. നിങ്ങളുടെ ഊർജം നിങ്ങളുടെ സമ്പത്താണ്, അത് ആർക്കും വിട്ടുകൊടുക്കരുത്. നമ്മൾ ഈ യാത്രയുടെ അവസാനത്തിലെത്തിയിരിക്കുകയാണ്. കണ്ണേറിനെക്കുറിച്ചോ അസൂയക്കാരെക്കുറിച്ചോ ഓർത്ത് ഭയപ്പെട്ട് ജീവിക്കാനല്ല ചാണക്യൻ നമ്മെ പഠിപ്പിച്ചത്. പകരം സ്വന്തം ഊർജത്തെ തിരിച്ചറിഞ്ഞ് അതിനെ ഒരു കോട്ട പോലെ കാത്തു സൂക്ഷിക്കാനാണ്. ഇരുട്ടുള്ള മുറിയിൽ ഒരു ചെറിയ മെഴുകുതിരി വെളിച്ചം മതി ആ ഇരുട്ടിനെ തുരത്താൻ. അതുപോലെ നിങ്ങളുടെ ഉള്ളിലെ പോസിറ്റീവ് എനർജി ശക്തമാണെങ്കിൽ ലോകത്തിലെ ഒരു കണ്ണേറിനും നിങ്ങളെ തൊടാൻ കഴിയില്ല. 1. ഭയത്തെ ഉപേക്ഷിക്കുക. ചാണക്യൻ പറഞ്ഞു, നിന്റെ മനസ്സിലെ ഭയമാണ് നിന്റെ ഏറ്റവും വലിയ ശത്രു. കണ്ണേർ എന്നെ ബാധിക്കുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ആ നെഗറ്റീവ് എനർജിക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ ഒരു വാതിൽ തുറന്നു കൊടുക്കുകയാണ്. മാനിഫെസ്റ്റേഷൻ നിയമപ്രകാരം നിങ്ങൾ എന്തിനെ ഭയപ്പെടുന്നുവോ അതിനെ നിങ്ങൾ ആകർഷിക്കുന്നു. അതുകൊണ്ട് ഞാൻ പ്രപഞ്ചത്തിന്റെ സംരക്ഷണയിലാണ് എന്ന ബോധത്തോടെ ജീവിക്കുക. 2. രഹസ്യ ടിപ്പ്. ദ സീക്രട്ട് ഷീൽഡ്. വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് ഒരു രഹസ്യവിദ്യ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ അസൂയയോടെ നോക്കുന്നു എന്ന് തോന്നുമ്പോഴോ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ പറയുക: സ്റ്റാർ, ഈ ഊർജം എന്റേതല്ല, ഇതെനിക്ക് ബാധകമല്ല, ഞാൻ പൂർണ്ണമായും സുരക്ഷിതനാണ്. സ്റ്റാർ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രഭാവലയം പെട്ടെന്ന് ശക്തമാകുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. 3. നന്ദിയുടെ പ്രകാശം. നിങ്ങളുടെ വിജയങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാകാതെ ലോകത്തിന് നന്മ ചെയ്യാൻ വേണ്ടിയുള്ളതാക്കുക. നന്ദിയുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന വൈബ്രേഷൻ അത്രമേൽ ശക്തമാണ്, അത് ഏതൊരു കരിങ്കണ്ണിനെയും പ്രതിരോധിക്കും. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമാണ്. അതിനെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ചാണക്യന്റെ ബുദ്ധിയും പ്രപഞ്ചത്തിന്റെ ശക്തിയും എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. കണ്ണീരിനെ ഭയപ്പെടാതെ പ്രകാശത്തിലേക്ക് നോക്കി നടക്കുക.
നിഴലുകൾ എപ്പോഴും നിങ്ങളുടെ പിന്നിലായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോ ഷെയറും മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രകാശമാകട്ടെ. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു ചാണക്യ രഹസ്യവുമായി. നിങ്ങൾ സുരക്ഷിതനാണ്. നിങ്ങൾ വിജയിയാണ്. നന്ദി.